ഹലോ, നമ്മൾ ഇന്ന് ടാലിയിൽ ബഡ്ജറ്റ് വേരിയൻസ് റിപ്പോർട്ട് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യുമെന്നാണ് നോക്കുന്നത്. അതിനായി ഞാൻ കഴിഞ്ഞ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ മോഡലായിട്ട് എടുത്ത് ചെയ്ത് കാണിക്കാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്: KV Traders Calicut wants to limit its purchase in 2,60,000 during the month of April 2013. ഈ ട്രാൻസാക്ഷൻ എല്ലാം നമ്മൾ സാധാരണ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത് വൗച്ചർ എൻട്രി വഴി ചെയ്യുന്നതിൻ്റെ കൂടി ചെയ്താൽ മതി. രണ്ട് മെയിൻ കാര്യങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്: ബഡ്ജറ്റ് എന്നുള്ളിടത്ത് എസ് കൊടുക്കുക, പിന്നെ ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്തും ശ്രദ്ധിക്കണം. അതിനായി ആദ്യം നമുക്ക് എങ്ങനെ ബഡ്ജറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ടാലി എടുക്കുക. അതിൽ നിങ്ങൾ കമ്പനി ഇൻഫോയിൽ വരിക. കമ്പനി ഇൻഫോയിൽ വരാൻ വേണ്ടിയിട്ട് Alt F3 കൂടെ ഒരുമിച്ച് നോക്കി കഴിഞ്ഞാൽ കമ്പനി ഇൻഫോയിൽ വരാം. ക്രിയേറ്റ് കമ്പനി സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ കമ്പനിയുടെ പേര് കൊടുക്കുക. ഇവിടെ മെയിൻറ്റെയിൻ വരുമ്പോൾ അക്കൗണ്ട്സ് വിത്ത് ഇൻവെന്ററി ആയിരിക്കും. നമുക്ക് സ്റ്റോക്കിന്റെ ആവശ്യമൊന്നും വരുന്നില്ല, അതുകൊണ്ട് തന്നെ അക്കൗണ്ട്സ് ഉള്ളി കൊടുത്താൽ മതി. ഫിനാൻഷ്യൽ ഇയർ ഫ്രം നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ഏപ്രിൽ 2013 അപ്പോൾ നമ്മൾ 1/4/2013 കൊടുക്കാം. എൻ്റർ ക്ലിക്ക് ചെയ്ത് അക്സെപ്റ്റ് ചെയ്യുക. കമ്പനി ക്രിയേറ്റ് ആയിരിക്കുകയാണ്. കമ്പനി ക്രിയേറ്റ് ആയി. ഇവിടെ നെയിം ഓഫ് ദ കമ്പനി KV ലിമിറ്റഡ്. നിങ്ങൾ ഗേറ്റ്വേ ഓഫ് ടാലിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ബഡ്ജറ്റ്സ് എന്ന് പറഞ്ഞൊരു ക്വറി ഉണ്ട്. അത് നമ്മൾ എസ് ആക്കി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് F11 ക്ലിക്ക് ചെയ്യുക. F11 ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കമ്പനി ഓപ്പറേഷൻസ് ഓൾട്രേഷൻ എന്ന് പറഞ്ഞൊരു വിൻഡോ ലഭിക്കും. അലോ മൾട്ടി കറൻസി ആയിരിക്കും ഓൾറെഡി അവിടെ സെലക്ട് ആയി കിടക്കുന്നത്. എൻ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ മെയിൻറ്റെയിൻ ബഡ്ജറ്റ്സ് ആൻഡ് കൺട്രോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ വരും. അവിടെ നോ ആയിരിക്കും. അത് മാറ്റി എസ് ആക്കുക. എസ് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് എൻ്റർ ക്ലിക്ക് ചെയ്യുക. ഈ കോളംസ് മൊത്തം എൻ്റർ ക്ലിക്ക് ചെയ്ത് താഴെ വരിക. അക്സെപ്റ്റ് ചോദിക്കുമ്പോൾ എസ് കൊടുക്കുക. എൻ്റർ ക്ലിക്ക് ചെയ്യുക. അടുത്തതായിട്ട് നമുക്ക് ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിനായി അക്കൗണ്ട്സ് ഇൻഫോ സെലക്ട് ചെയ്യുക. അവിടെ ഗ്രൂപ്പ്സ്, ലെഡ്ജേഴ്സ്, ബഡ്ജറ്റ്സ് എന്ന് പറഞ്ഞ കിടപ്പുണ്ട്. അതിനകത്ത് ബഡ്ജറ്റ് സെലക്ട് ചെയ്യുക. ക്രിയേറ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾ പർച്ചേസ് ബഡ്ജറ്റ് എന്ന് കൊടുക്കുക. പർച്ചേസ് ബഡ്ജറ്റ് എന്ന് കൊടുക്കാൻ കാരണം ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾക്കറിയാം, ഈ ക്വസ്റ്റ്യൻ മുഴുവനും പർച്ചേസസിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ക്യാഷ് പർച്ചേസ് ഫ്രം MT Traders, അങ്ങനെ മൊത്തം പർച്ചേസസിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത അണ്ടർ വരുമ്പോൾ പ്രൈമറി തന്നെ ആയിരിക്കും ഇവിടെ ഓട്ടോമാറ്റിക്കലി ലിസ്റ്റ് ഓഫ് ബഡ്ജറ്റ്സിൽ കിടക്കുന്നത്. എൻ്റർ ക്ലിക്ക് ചെയ്യുക. പ്രൈമറി തന്നെയാണ്. പീരീഡ് ഓഫ് ബഡ്ജറ്റ് ഒന്നും കൊടുക്കണ്ട, ഒന്നും തന്നെ കൊടുക്കണ്ട. എൻ്റർ ക്ലിക്ക് ചെയ്യുക. അക്സെപ്റ്റ് വരുമ്പോൾ എൻ്റർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ബഡ്ജറ്റ് ക്രിയേറ്റ് ആയിരിക്കുകയാണ്. അടുത്തായിട്ട് നമ്മൾ സാധാരണ കണക്ട് ചെയ്യുന്നതിൻ്റെ കൂട്ട് തന്നെ ഈ ട്രാൻസാക്ഷൻസ് മുഴുവനും ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത് വൗച്ചർ ഉപയോഗിച്ച് എൻ്റർ ചെയ്യുക. ആദ്യത്തെ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു പർച്ചേസ് ആണ്. 2 ലെഡ്ജർ ഒന്ന് ക്യാഷും ഒന്ന് പർച്ചേസും ആയിരിക്കും. പർച്ചേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ക്യാഷ് ഓൾറെഡി ടാലിയിലുണ്ട്. അതുകൊണ്ട് അക്കൗണ്ട്സ് ഇൻഫോയിൽ ചെല്ലുക. ലെഡ്ജർ സെലക്ട് ചെയ്യുക. സിംഗിൾ ലെഡ്ജർ മോഡിൽ ക്രിയേറ്റ് ചെയ്യുക. PO അടിക്കുമ്പോൾ തന്നെ ഇവിടെ പർച്ചേസസ് വരും. സെലക്ട് ചെയ്യുക. ഓപ്പണിംഗ് ബാലൻസ് ഒന്നും കൊടുക്കണ്ട. രണ്ടാമത്തെ ട്രാൻസാക്ഷനിലുള്ള ലെഡ്ജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസസും MT Traders ആണ്. പർച്ചേസസ് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു. അടുത്തായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് MT Traders ആണ്. പർച്ചേസസ് ആയതുകൊണ്ട് നമ്മൾ കടത്തിന് സാധനം മേടിച്ചതാണ്. അതുകൊണ്ട് ഇവിടെ സൺട്രി ക്രെഡിറ്റർ ആണ് വരുന്നത്.
SU അടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കിവിടെ ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ്സിൽ സൺട്രി ക്രെഡിറ്റർ വരും. മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് എൻ്റർ ക്ലിക്ക് ചെയ്യുക. മെയിൻറ്റെയിൻ ബാലൻസസ് ബിൽ ബൈ ബിൽ വരുമ്പോൾ നോ കൊടുക്കുക. ഓപ്പണിംഗ് ബാലൻസ് ഒന്നും തന്നെ കൊടുക്കണ്ട. എൻ്റർ ക്ലിക്ക് ചെയ്ത് ആ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക. അടുത്തതായിട്ടുള്ള ട്രാൻസാക്ഷൻ ക്യാഷ് പർച്ചേസ് തന്നെയാണ്. നമ്മൾ അതിനകത്തെ ക്യാഷ് പർച്ചേസ് ആണ് രണ്ട് ലെഡ്ജർ വരുന്നത്, അത് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്ത ട്രാൻസാക്ഷൻ പർച്ചേസസ് ഫ്രം PN ട്രേഡേഴ്സ് ആണ്. പർച്ചേസസും PN ട്രേഡേഴ്സുമാണ് രണ്ട് ലെഡ്ജർ. പർച്ചേസസ് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു. അടുത്ത PN ട്രേഡേഴ്സ് എന്ന് പറയുന്നത് സൺട്രി ക്രെഡിറ്റേഴ്സിൻ്റെ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക. സൺട്രി ക്രെഡിറ്റർ ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയി കിടക്കും. മെയിൻറ്റെയിൻ ബാലൻസസ് ബിൽ ബൈ ബിൽ വരുമ്പോൾ നോ കൊടുക്കുക. ഓപ്പണിംഗ് ബാലൻസ് ഒന്നും തന്നെ കൊടുക്കണ്ട. അക്സെപ്റ്റ് ചെയ്യുക. എൻ്റർ ക്ലിക്ക് ചെയ്ത് അടുത്തതായി വൗച്ചർ എൻട്രി ആണ്. വൗച്ചർ എൻട്രി ചെയ്യാൻ വേണ്ടി എസ്കേപ്പ് കീ ഉപയോഗിച്ച് നിങ്ങൾ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വരിക. അവിടെ അക്കൗണ്ടിംഗ് വൗച്ചേഴ്സ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് മോഡിലായിരിക്കും കിടക്കുന്നത്. ഇതാണ് വൗച്ചർ എൻട്രി വിൻഡോ. പേയ്മെൻറ്റ് മോഡിലായിരിക്കും കിടക്കുന്നത്. F9 ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ പർച്ചേസ് മോഡിൽ വരും. ഈ പർച്ചേസ് മോഡെന്ന് പറയുന്നത് സ്റ്റോക്ക് ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ അത് എൻട്രി ചെയ്യാനുള്ള പർച്ചേസാണ്. ഇവിടെ പർട്ടിക്കുലേഴ്സിൽ നമ്മൾ ഏതൊക്കെ സ്റ്റോക്കാണ് മേടിച്ചതെന്നാണ്. നമുക്കിപ്പോൾ ആ പർച്ചേസ് മോഡ് വേണ്ട. ഇതിപ്പം സാധാ ക്രെഡിറ്റ് പർച്ചേസും ക്യാഷ് പർച്ചേസും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ സിമ്പിൾ പർച്ചേസ് മോഡാണ്. അതിന് Ctrl+V, കൺട്രോളും വിയും കൂടെ ഒരുമിച്ച് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് 2ഉം ബൈയും വെച്ചുള്ള പർച്ചേസ് മോഡ് കിട്ടും. അവിടെ നിങ്ങൾ സാധാരണ ട്രാൻസാക്ഷൻ എൻട്രി ചെയ്യുന്നതിൻ്റെ കൂട്ട് എൻട്രി ചെയ്താൽ മതി. റെഫറൻസ് ഒന്നും കൊടുക്കണ്ട. ആദ്യത്തെ പർച്ചേസിൻ്റെ ജേണൽ എൻട്രി പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ് ആണ്. ആ എൻട്രി ഇവിടെ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ് വരുമ്പോൾ 2ൽ ക്യാഷ് വരും. ഇവിടെ ക്യാഷ് ലിസ്റ്റ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട് ഓട്ടോമാറ്റിക്കലി വന്നിരിക്കുകയാണ്. എൻട്രി ക്ലിക്ക് ചെയ്യുക. എമൗണ്ട് 1,20,000 എൻട്രി ചെയ്യുക. ഇവിടെ അപ്പം നെഗറ്റീവ് ക്യാഷ് കാണിക്കും. നെഗറ്റീവ് ക്യാഷ് കാണിക്കുന്ന നമ്മൾ കമ്പനി ക്രിയേഷൻ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാപിറ്റൽ ക്യാഷിന്റെ റെസിപ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. കുഴപ്പമൊന്നുമില്ല. എൻട്രി അടിച്ച് അത് അക്സെപ്റ്റ് ചെയ്തോളുക. ക്യാഷ് അക്കൗണ്ട് ബൈ വരുമ്പോൾ പർച്ചേസ് ആണ് വരുന്നത്. ഇവിടെ PU എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ ലിസ്റ്റ് ഓഫ് ലെഡ്ജർ അക്കൗണ്ടിൽ പർച്ചേസസ് വരും. എൻട്രി ക്ലിക്ക് ചെയ്യുക. അവിടെ ഓട്ടോമാറ്റിക്കലി 1,20,000 എന്ന് പറഞ്ഞ എമൗണ്ട് വരും. എൻട്രി ക്ലിക്ക് ചെയ്ത് ആ വൗച്ചർ ക്രിയേറ്റ് ചെയ്യുക. അടുത്തതായിട്ടുള്ള നമുക്ക് വൗച്ചർ പർച്ചേസസ് ഫ്രം MT ട്രേഡേഴ്സ് ആണ്. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു MT ട്രേഡേഴ്സ് ആണ് അതിന്റെ ജേണൽ എൻട്രി. അപ്പോൾ 2ൽ MT ട്രേഡേഴ്സും പർച്ചേസസിൽ ബൈയിൽ പർച്ചേസസും വരും. 14,000 ആണ് അതിന്റെ എമൗണ്ട്. എൻട്രി ക്ലിക്ക് ചെയ്ത് 2ൽ M എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ലിസ്റ്റ് ഓഫ് ലെഡ്ജർ അക്കൗണ്ടിൽ MT ട്രേഡേഴ്സ് വരും. എൻട്രി ക്ലിക്ക് ചെയ്യുക. 14,000 ടൈപ്പ് ചെയ്യുക. ബൈയിൽ പർച്ചേസസ് കൊടുക്കുക. P ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ പർച്ചേസസ് വരും. എൻട്രി ക്ലിക്ക് ചെയ്യുക. 14,000 എമൗണ്ട് ഓട്ടോമാറ്റിക്കലി വരും. ആ വൗച്ചറും ക്രിയേറ്റ് ചെയ്യുക. അടുത്ത ട്രാൻസാക്ഷൻ ക്യാഷ് പർച്ചേസ് ആണ്. നമ്മളിപ്പോൾ വൗച്ചർ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാണ് ഇതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് 1 ഏപ്രിൽ 2013 അതും ഈ ഡേറ്റ് 1 നമ്മൾ വൗച്ചർ ക്രിയേറ്റ് ചെയ്തത് ഈ ഡേറ്റിൽ തന്നെയാണ്. ഫസ്റ്റ് 2 വൗച്ചർ ഈ ഡേറ്റിൽ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അടുത്ത 2 വൗച്ചറും 2/4/2013 എന്ന് പറഞ്ഞൊരു ഡേറ്റിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ വൗച്ചർ എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ ആ വൗച്ചറിൻ്റെ ഡേറ്റ് മാറ്റണം. ഡേറ്റ് മാറ്റാൻ വേണ്ടി നിങ്ങൾ F2 ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ വൗച്ചർ ഡേറ്റ് എന്ന് പറഞ്ഞൊരു ചെറിയൊരു കോളം വരും. അവിടെ 2/4/2013 കൊടുക്കുക. നിങ്ങളവിടെ ഡേറ്റ് മാറ്റി കഴിയുമ്പോൾ തന്നെ നിങ്ങൾ കാണാം ഈ വൗച്ചറിൻ്റെ ഡേറ്റും ഓട്ടോമാറ്റിക്കലി 2/4/2013 ആയിരിക്കുകയാണ്. അടുത്തതായി നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ അന്നുള്ള ട്രാൻസാക്ഷൻ സാധാരണ എൻട്രി ചെയ്യുന്നതിൻ്റെ എൻട്രി ചെയ്യാം. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ് ആണ് അന്നത്തെ ട്രാൻസാക്ഷൻ്റെ ജേണൽ. ആ ജേണൽ നമുക്ക് എൻട്രി ചെയ്യാം. പർച്ചേസ് അക്കൗണ്ട് റെഫറൻസ് ഒന്നും തന്നെ കൊടുക്കേണ്ട. 2 വരുമ്പോൾ C ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി ലിസ്റ്റ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സിൽ ക്യാഷ് വരും. എൻട്രി ക്ലിക്ക് ചെയ്യുക. എമൗണ്ട് കോളത്തിൽ 1,15,000 കൊടുക്കുക.
അപ്പോൾ ഇവിടെ നെഗറ്റീവ് ക്യാഷ് കാണിക്കും. എൻ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അങ്ങ് പൊയ്ക്കോളും. ബൈയിൽ നിങ്ങൾ പർച്ചേസ് കൊടുക്കുക. PU എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ പർച്ചേസ് വരും. പർച്ചേസ് വന്നാൽ എൻ്റർ ക്ലിക്ക് ചെയ്യുക. എമൗണ്ട് ഓട്ടോമാറ്റിക്കലി അവിടെ വരും. ക്ലിക്ക് ചെയ്യുക. അടുത്ത ട്രാൻസാക്ഷനും ഈ ഡേറ്റിൽ തന്നെയാണ്, 2/4/2013. അതുകൊണ്ട് അന്നത്തെ ഡേറ്റ് വെച്ച് ആ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യുക. പർച്ചേസസ് ഫ്രം PN ട്രേഡേഴ്സ് ആണ്, അതൊരു ക്രെഡിറ്റ് പർച്ചേസ് ആണ്. അതുകൊണ്ട് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു PN ട്രേഡേഴ്സ് ആണ് എൻ്റെ ജേണൽ എൻട്രി. ഇവിടെ റെഫറൻസ് ഒന്നും തന്നെ കൊടുക്കേണ്ട. എൻ്റർ ക്ലിക്ക് ചെയ്യുക. ഈ 2 വരുമ്പോൾ ക്വസ്റ്റ്യനിലുള്ളതുപോലെ തന്നെ PN ട്രേഡേഴ്സ് ടൈപ്പ് ചെയ്യുക. P എന്ന് കൊടുക്കുമ്പോൾ തന്നെ ഇപ്പുറത്ത് ലിസ്റ്റ് ഓഫ് ലെഡ്ജർ അക്കൗണ്ടിൽ PN ട്രേഡേഴ്സ് സെലക്ട് ആവും. എൻ്റർ ക്ലിക്ക് ചെയ്യുക. 50,000 ക്വസ്റ്റ്യനിലെ എമൗണ്ട് ആയ 50,000 കൊടുക്കുക. എൻ്റർ ക്ലിക്ക് ചെയ്യുക. പർച്ചേസസ് എൻ്റർ ചെയ്യാൻ വേണ്ടി P എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ പർച്ചേസസ് സെലക്ട് ആവും. എൻ്റർ ക്ലിക്ക് ചെയ്യുക. 50,000 ഓട്ടോമാറ്റിക്കലി താഴെ വന്നോളും. എൻ്റർ ക്ലിക്ക് ചെയ്യുക. ആ വൗച്ചർ ക്രിയേറ്റ് ചെയ്യുക. എസ്കേപ്പ് അടിച്ച് പുറകിലെ ഗേറ്റ്വേ ഓഫ് ടാലിയിലോട്ട് പോവുക. ഇനിയാണ് നിങ്ങൾ ബഡ്ജറ്റ് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യാമെന്ന് നോക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ഗേറ്റ്വേ ഓഫ് ടാലിയിൽ നിന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സെലക്ട് ചെയ്യണം. ഡൗൺവേർഡ് ആരോ കീ ഞെക്കി കഴിഞ്ഞാൽ താഴോട്ട് വരും. താഴോട്ട് വന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എൻ്റർ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യണം. അവിടെ നിങ്ങൾക്ക് 2 കോളംസ് കാണാം. ഒന്ന് പർട്ടിക്കുലേഴ്സ്, 2 പർട്ടിക്കുലർ കോളംസ് കാണാം. ഒന്നിൽ പർച്ചേസ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഐറ്റം കാണാം. പിന്നെ ഗ്രോസ് ലോസ് എന്ന് പറഞ്ഞൊരു ഐറ്റം കാണാം. ഇപ്പോഴത്തെ ഗ്രോസ് ലോസ് ക്യാരി ഡൗൺ ആണ്. ക്യാരി ഫോർവേഡിൻ്റെ ഒരു ഐറ്റവും കാണാം. നെറ്റ് ലോസ് എന്ന് പറഞ്ഞ വേറൊരു ഐറ്റവും കാണാം. ഇവിടെ ഈ പർച്ചേസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഐറ്റം ഓട്ടോമാറ്റിക്കലി ഹൈലൈറ്റ് ആയി കിടക്കും. എൻ്റർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഗ്രൂപ്പ് സമ്മറി എന്ന് പറഞ്ഞ ഒരു കോളത്തിൽ നിങ്ങൾ വന്നിരിക്കുകയാണ്. അവിടെ ഓട്ടോമാറ്റിക്കലി പർച്ചേസസ് ആയിരിക്കും സെലക്ട് ആയി കിടക്കുന്നത്. ഒന്നുകൂടി അവിടെ എൻ്റർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ലെഡ്ജർ മന്ത്ലി സമ്മറി എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ലഭിക്കും. ആ ലെഡ്ജർ മന്ത്ലി സമ്മറിയിൽ ഏപ്രിൽ എന്ന് പറഞ്ഞ ഒരു മന്ത്, അത് നമ്മൾ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്ത മന്ത് ഏപ്രിലാണ്. അതുകൊണ്ട് ഏപ്രിൽ ഓട്ടോമാറ്റിക്കലി ഹൈലൈറ്റ് ആയി കിടക്കും എന്ന് പറയുന്ന ഒരു മന്ത് സെലക്ട് ആയി കിടക്കുന്നത്. കാരണം നമ്മൾ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്ത മന്ത് മൊത്തം ഏപ്രിലാണ്. അതുകൊണ്ട് തന്നെ ഏപ്രിലുള്ള ട്രാൻസാക്ഷൻ്റെ മന്ത്ലി സമ്മറിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഓൾട്ടും സിയും കൂടെ ഒരുമിച്ച് അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് കോളം ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ചെറിയൊരു വിൻഡോ മണ്ടയ്ക്ക് ലഭിക്കും. കോളം ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ചെറിയ വിൻഡോയിൽ നമ്മൾ 4 കോളം എൻ്റർ ചെയ്യണം. ഒരു കോളം എന്ന് പറഞ്ഞാൽ ഫ്രം എന്ന് പറഞ്ഞൊരു കോളമാണ്. അത് ടാലി ഓട്ടോമാറ്റിക്കലി എൻ്റർ ചെയ്തേക്കാം. അത് നമ്മളൊന്നും കൊടുക്കണ്ട. എൻ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ 2 എന്ന് പറയുന്ന അടുത്ത കോളത്തിലേക്ക് വിടും. അവിടെ നമ്മൾ 1/5/2013 എന്ന് ടൈപ്പ് ചെയ്യുക. ഏപ്രിൽ മാസത്തെ മാത്രം ബഡ്ജറ്റ് കണ്ടുപിടിക്കാനാണ് ആ ക്വസ്റ്റ്യൻ നമ്മളെടുത്ത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏപ്രിൽ മാസത്തെ ലാസ്റ്റ് ദിവസം കഴിഞ്ഞുള്ള തൊട്ടടുത്ത ദിവസത്തെ ഡേറ്റ് കൊടുക്കണം. അതെന്ന് പറഞ്ഞാൽ 1 ജൂൺ 2013 അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഡേറ്റ് കൊടുത്തു. ടൈപ്പ് ഓഫ് വാല്യൂ ടു ബി ഷോൺ എന്ന് പറഞ്ഞാൽ അടുത്തൊരു കോളത്തിൽ നിങ്ങൾ എൻ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പുറത്ത് ടൈപ്പ് ഓഫ് വാല്യൂ എന്ന് പറഞ്ഞ ഒരു കോളം കൂടി വരും. അവിടെ നിങ്ങൾ പർച്ചേസ് ബഡ്ജറ്റ് സെലക്ട് ചെയ്യുക. എൻ്റർ ക്ലിക്ക് ചെയ്ത് അത് അക്സെപ്റ്റ് ചെയ്യുക. ഇവിടെ ഷോ വേരിയൻസ് എന്ന് പറഞ്ഞൊരു ചെറിയൊരു സബ് മെനു ആണത്. അവിടെ നിങ്ങൾ നോ എന്നായിരിക്കും കിടക്കുന്നത്. അത് യെസ് ആക്കുക. എന്നിട്ട് എൻ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ നെയിം ഓഫ് ഗ്രൂപ്പ് പർച്ചേസ് അക്കൗണ്ട് തന്നെയാണ്. എൻ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പ് സമ്മറി എന്ന് പറഞ്ഞ് ഡീറ്റെയിൽസ് റിപ്പോർട്ട് ഇവിടെ ഡിസ്പ്ലേ ആവും. താങ്ക് യു. This may be my last tutorial of this year. Thank you for watching my videos.